മടങ്ങി വരുമ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ അവലോകനം കൂടി പൂർത്തിയായതോടുകൂടി സംസ്ഥാനത്തെ 3 മുന്നണികളും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. BJP കൂടുതൽ ഗൗരവമുള്ള ആലോചനകൾക്ക് വേണ്ടി ഈ മാസം 7-ാം തീയതി അവരുടെ യോഗം ചേരുന്നുണ്ട്. പക്ഷേ CPM പ്രധാനപ്പെട്ട കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കെടുപ്പിൽ കനത്ത പോരാട്ടം നടക്കുന്ന 6-ലധികം മണ്ഡലങ്ങൾ സംസ്ഥാനത്തുണ്ടെന്ന് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നു. പ്രവചനാതീതമെന്ന നിലയിലേക്ക് ആ മണ്ഡലങ്ങളിലെ ജനവിധി മാറുന്നു എന്നാണ് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും പറയുന്ന ഒരു പൊതുവായ കാര്യം. 2020 എന്ന് ഇതുവരെ അവകാശപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതൃത്വം 4 സീറ്റുകളിൽ കനത്ത വെല്ലുവിളി നേരിടുന്നുവെന്ന് അംഗീകരിക്കുന്നു. CPMന്റെ കണക്കെടുപ്പിലും 4 സീറ്റിലും ഉറച്ച വിജയമാണ് അവർ അവകാശപ്പെടുന്നത്. വലിയ അവകാശവാദം തുടക്കത്തിൽ ഉന്നയിച്ച BJP ഇപ്പോൾ 2 സീറ്റുകളിൽ വിജയിച്ചേക്കാമെന്ന നിലപാടിലാണ്. BJPയുടെ കണക്കെടുപ്പ് പൂർത്തിയാവേണ്ടതുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തെ നിർണായകമാക്കാൻ പോകുന്ന ആ 4-ലധികം മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ആറ്റിങ്ങൽ, മാവേലിക്കര, ആലത്തൂർ, കണ്ണൂർ അല്ലെങ്കിൽ പാലക്കാട്. ഈ മണ്ഡലങ്ങളാണ് ഇത്തവണ വലിയ പോരാട്ടത്തിലേക്ക് പോകുക. വോട്ടെടുപ്പ് ദിവസം ഈ മണ്ഡലങ്ങളിലെ ജനവിധിയാവും ഒരുപക്ഷെ വാർത്തകളിൽ നിറയുക, സംസ്ഥാനത്ത് തുടർ ചർച്ചകൾക്കെടുക്കുക. കണക്കെടുക്കും രാഷ്ട്രീയവും എന്താണ്? രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ അത് എങ്ങനെ ആരെ തുണയ്ക്കും? അപ്പോൾ ഓരോ മണ്ഡലങ്ങളെയും ജനവിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. വിനേഷ് കുമാർ ഉണ്ടാവും, മനു ഭരത്തുണ്ട്, ഒപ്പം VV വിനോദും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം മനു ഭരത്. മനു, ഈ നമ്മൾ പരാമർശിക്കുന്ന മണ്ഡലങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഇടം കണ്ണൂരാണ്. അത് നേരത്തെ നമ്മൾ മുമ്പ് കണ്ട ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ കെ സുധാകരൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാവുന്ന തീരുമാനം ഉണ്ടാവേണ്ട ഇടമാണ് കണ്ണൂർ. കണ്ണൂരിൻ്റെ കണക്കെടുപ്പിൽ CPM ഇത്തവണ അവിടെ വിജയം കാണുന്നുണ്ട്. ഇന്നലെ KPCCയുടെ കണക്കെടുപ്പിലും കണ്ണൂരിൽ കനത്ത പോരാട്ടം എന്ന കണക്കിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ടാണ് കണ്ണൂരെ സാഹചര്യങ്ങൾ മാറിയത്? കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി ലഭിക്കേണ്ടിയിരുന്ന മേൽക്കൈ ഇത്തവണ ഇല്ലാതെ പോയതിൻ്റെ ഘടകങ്ങൾ എങ്ങനെയാണ്? എന്താണ് അടുത്ത സാഹചര്യം? സൈത്തെ, ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മത്സരമുണ്ടായിരുന്നു, ത്രികോണ മത്സരമുണ്ടായിരുന്നു. പക്ഷേ ഈ 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന പ്രശ്നം എന്നത് കണ്ണൂരായിരുന്നു. അവിടെയാണ് KPCC അധ്യക്ഷൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. മറുവശത്ത് MV ജയരാജൻ സ്ഥാനാർത്ഥിയാണെങ്കിലും പട നയിച്ചത് മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു. അവിടെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ MV ജയരാജൻ, ഒപ്പം തന്നെ കണ്ണൂർ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മണ്ഡലം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം കണ്ണൂർ ജയിക്കേണ്ടത് മുഖ്യമന്ത്രി വളരെയധികം പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്നു എന്നതാണ് അതിലെ കാര്യം. മാത്രമല്ല അവിടെ നേരത്തെ തന്നെ CPM പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. MV ജയരാജൻ അവിടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ സ്വാഭാവികമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. അതേസമയം കെ സുധാകരനാകട്ടെ ആദ്യഘട്ടത്തിൽ താൻ മത്സരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് മാറുന്നൊരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തരെ അവിടെ മത്സരിക്കാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് സുധാകരൻ അവിടെ വരുന്നത്. അപ്പോൾ ഈ 2 വമ്പന്മാർ കേരള രാഷ്ട്രീയത്തിലെ KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും നേർക്കുനേർ ഏറ്റുമുട്ടി എന്ന് പറയുന്ന ഇടമാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ അതിലെ വിജയം വളരെ സുപ്രധാനവുമാണ്. ഇനി സജിത്ത് ചോദിച്ച വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, അവിടെ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്ന രഘുനാഥ് ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട സ്ഥാനാർത്ഥി MLA ആയി ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി MLA ഇലക്ഷന് മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ മുഖ്യമന്ത്രിക്കെതിരായി കോൺഗ്രസ് അണിനിരത്തിയ സ്ഥാനാർത്ഥി ശ്രീ രഘുനാഥ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്നു. അദ്ദേഹം അവിടെ BJP NDA സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. വലിയ തോതിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം അവിടെ പ്രചരണ പരിപാടികളിൽ കാഴ്ചവെക്കുകയും ചെയ്യുന്നു. അത് കൂടുതലും കോൺഗ്രസ് വോട്ടുകളെ ഭിന്നിക്കും എന്ന ഒരു പ്രതീക്ഷ ഇടതു കേന്ദ്രങ്ങൾക്കുണ്ട്. അത് ചെറിയ തോതിലെങ്കിലും ഒരു ആശങ്ക കെ സുധാകരന് നൽകുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് ആളുകൾ ചെറിയ താഴെത്തട്ടിലൊക്കെയുള്ള ആളുകളെ സ്വാധീനിച്ച് BJPയിലേക്ക് കൊണ്ടുവരാൻ സി രഘുനാഥിന് കഴിഞ്ഞു. KPCC അധ്യക്ഷൻ കൂടിയായ സുധാകരൻ 2004 അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫ് അംഗമായിരുന്ന എന്ന് പറയുന്ന ഒരു ആളെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഏറ്റവും തെരഞ്ഞെടുപ്പിന് തൊട്ട്
അവസാന നിമിഷത്തിൽ സി രഘുനാഥിന് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനകത്ത് വിള്ളലുണ്ടാക്കും എന്ന ഒരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതേപോലെ തന്നെ അത് തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് LDF കരുതുകയും ചെയ്യുന്നുണ്ട്. MP ജയരാജൻ വളരെ കാര്യക്ഷമമായി കണ്ണൂരിൽ പ്രവർത്തിച്ചു എന്നതാണ് മറ്റ് ഒരു വിഷയം. അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലും ചെന്ന്, അതായത് നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികളിൽ സജീവമായിരുന്നു. ചില പ്രശ്നങ്ങൾ ഈ LDF കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം DYFI പ്രവർത്തകർ വേണ്ട രീതിയിൽ സഹകരിച്ചില്ല എന്നൊക്കെയുള്ള ചില ചെറിയ ആശയക്കുഴപ്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആകെ മൊത്തം നോക്കുമ്പോൾ പ്രചരണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ MP ജയരാജന് കഴിഞ്ഞു. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ ഒരു ചെറിയ വിമർശനം ഉണ്ടായത്. കാരണം വീണ്ടും ഒരു മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിലാണ് സുധാകരൻ കഴിഞ്ഞ 5 വർഷം നീങ്ങിയത്. വോട്ടർമാരുമായി വേണ്ടത്ര രീതിയിലുള്ളൊരു ഇടപഴകൽ MP എന്ന നിലയിൽ അദ്ദേഹം നടത്തിയെന്ന സംശയങ്ങളൊക്കെ പല കോണുകളിൽ നിന്നുയർന്നു. അതുകൊണ്ട് തന്നെ പ്രചരണ സമയത്ത് പരമാവധി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു ശ്രമം നടത്തി. ഇനി മൂന്നാമത്തെ ഒരു പ്രധാന ഫാക്ടർ, അവിടെ ന്യൂനപക്ഷം എങ്ങനെ ഏത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ നിർണായകമാണ്. കണ്ണൂരിൽ 29% അധികം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുണ്ട്. 10.41% ക്രിസ്ത്യൻ വോട്ടർമാരും ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ ന്യൂനപക്ഷമാണ് മണ്ഡലത്തിലെ വിജയം നിർണ്ണയിക്കുന്നത്. 40% വോട്ടർമാർ അവിടെ അവർക്കുണ്ട്. ഇനി നമ്മൾ ഈ ഇതിൻ്റെ മണ്ഡലം പ്രകാരമുള്ള ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഈ കോൺഗ്രസ്സിന് ഒരു സ്വാധീനമുള്ള മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഇരിക്കൂർ മണ്ഡലമാണ്. പക്ഷേ നോക്കൂ, ഇരിക്കൂറിലാണ് ഏറ്റവും കുറവ് വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിരിക്കുന്നത്. അതേസമയം CPMന് ഏറ്റവും അധികം ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന വേണമെങ്കിൽ മട്ടന്നൂർ, അവിടെ 81.56% പേർ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ ഇരിക്കൂർ UDFന്റെ ശക്തി കേന്ദ്രമായ ഇരിക്കൂറിൽ 72.51% ആളുകളാണ് പോളിംഗ് ബൂത്തിലെത്തിയത്. അതേപോലെ തന്നെ LDFന് വളരെ ഒരു ശക്തമായൊരു കേന്ദ്രം എന്ന് നമ്മൾ പറയുന്ന ധർമ്മടം, മുഖ്യമന്ത്രിയുടെ മണ്ഡലം ആയിരുന്ന ധർമ്മടം, അവിടെ കഴിഞ്ഞ തവണ LDF സുധാകരൻ ജയിക്കുന്ന ഘട്ടത്തിലും LDF ആണ് അവിടെ ലീഡ് ചെയ്ത് 4,000-5,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്തുള്ളെങ്കിലും ധർമ്മടത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ അവിടെ 80% പോളിംഗ് നടന്നിട്ടുണ്ട്. മട്ടന്നൂരിൽ 81% നടന്നിട്ടുണ്ട്. തളിപ്പറമ്പിൽ അതൊരു LDF കേന്ദ്രമാണ്, MP ഗോവിന്ദൻ മാഷ്ട മണ്ഡലമാണ്. അതിനൊക്കെ അപ്പുറത്ത് പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ സുധാകരന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു. അത് വലിയ ഒരു അമ്പരപ്പ് CPM കേന്ദ്രങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് തളിപ്പറമ്പിലും ഇത്തവണ 81% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന കണ്ണൂർ നഗരപ്രദേശം, അവിടെ കണ്ണൂർ കോർപ്പറേഷൻ നമുക്കറിയാം UDFന്റെ കയ്യിലാണ്, ലീഗാണ് അവിടെ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കൈകാര്യം ചെയ്യുന്നത്. കണ്ണൂരിൽ 74% വോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അഴീക്കോടിൽ കോൺഗ്രസിന് ഒരു വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണ അത് MLA സ്ഥാനം KV സുമേഷ് ഷാജിയിൽ നിന്ന്, ലീഗ് സ്ഥാനാർത്ഥി ഷാജിയിൽ നിന്ന് അത് പിടിച്ചെടുത്തു. പക്ഷേ എങ്കിലും അവിടെ കോൺഗ്രസിന് ലീഗിന് വലിയ ശക്തി കേന്ദ്രമാണ്. അവിടെയും 75% വോട്ട് മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതായത് ഈ CPM ശക്തി കേന്ദ്രങ്ങൾ ധർമ്മടം, അതുപോലെ മട്ടന്നൂർ, തളിപ്പറമ്പ് തുടങ്ങിയ കേന്ദ്രങ്ങളില്ല 80% അതിലധികമോ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം UDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ശതമാനം കുറഞ്ഞു എന്നതൊരു ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പ്രതിഫലിക്കും എന്നത് ഒരു വലിയ വിഷയമാണ്. ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ വേണ്ടത്ര ഒരു ശക്തി ഇതിൽ കൊടുത്തിട്ടുണ്ടോ എന്നത് ഒരു ഫാക്ടറായി വരുന്നു. മലയോര മേഖലയിൽ ജനങ്ങളുടെ ഒരു പൊതുവികാരം സർക്കാരിന് എതിരെ ഉണ്ടായിരുന്നു. അത് എത്ര കണ്ട് ഗുണം ചെയ്യും എന്നതാണ് നോക്കേണ്ടത്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഈ വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ ജനങ്ങളെ ബാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ മന്ത്രിയുടെ പ്രവർത്തനം തീരെ പോരാ എന്ന തരത്തിലൊരു വിലയിരുത്തൽ അവിടെ മലയോര ജനത കാണിക്കുകയും ചെയ്തിരുന്നു. അത് അവർ പലരും പരസ്യമായി പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ കണ്ണൂരിൽ അവിടുത്തെ ബിഷപ്പ് മാർ ജോസഫ് പാമ്പളഞ്ഞി കണ്ടപ്പോൾ അദ്ദേഹം ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു, ഈ ഇവിടുത്തെ മലയോര ജനതയ്ക്ക് വലിയ ആശങ്കയുണ്ടെന്ന്. അതുപോലെ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ അദ്ദേഹം ഇത് തുറന്നു പറയാൻ വരെ തയ്യാറായി. കാരണം മന്ത്രി മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾ അത്രമാത്രം ഈ വന്യജീവി പ്രശ്നവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയങ്ങൾ
വന്യജീവി പ്രശ്നം, റബ്ബറിൻ്റെ വില ഇടിവ്, ഇതൊക്കെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാരിന് വിരുദ്ധമായ ചില ഒരു വികാരം ഉണ്ടാക്കാൻ മലയോര മേഖലയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് കൂടുതൽ ന്യൂനപക്ഷങ്ങളാണ്, അവരെങ്ങനെ വോട്ട് ചെയ്യും, മലയോര മേഖലയിലെ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യും എന്നതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അത്ര കണ്ട് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് സുധാകരൻ ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് സുഗമമായ ഒരു ജയത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിന് വലിയൊരു 90,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷം ഇപ്പോൾ കിട്ടും എന്ന് അദ്ദേഹം തന്നെ ഉറപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയാണ് അതിൽ ഉള്ളത്. യെസ്, മനു പറഞ്ഞ കണക്ക് വളരെ ശ്രദ്ധേയമാണ്. കോൺഗ്രസിന്റെ ശക്തിക മേഖലയിൽ അല്ലെങ്കിൽ UDFന്റെ കൂടുതൽ കഴിവ് തെളിയിച്ച ഇടങ്ങളിൽ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞു. എന്നാൽ നേരെ തിരിച്ച് ഇടതുമുന്നണി പരമ്പരാഗതമായി വോട്ട് നേടുന്ന ഇടങ്ങളിൽ അവിടെ പോളിംഗ് ശതമാനം ഉയരുകയും ചെയ്തു. ആ താരതമ്യം കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം. അവിടെയാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ സുധാകരന് വെല്ലുവിളി ഉണ്ടാകുന്ന മനുവിന്റെ നിരീക്ഷണം. അത് കറക്റ്റാണ്. ആ നിരീക്ഷണത്തിലേക്ക് തന്നെയാണ് ഇന്നലെ KPCCയും എത്തിയത് എന്ന പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട്. ഒപ്പം